നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ കിട്ടി ഇവിടെ നിന്നത് നമ്മുടെ അനുമോളും അതേപോലെ നെവിനുമാണ്. അവർ ഏറ്റവും കൂടുതൽ വട്ടം നോമിനേഷനിൽ വന്ന ആൾക്കാരാണ്. പക്ഷേ ഏറ്റവും കുറവ് വന്നത് നമ്മുടെ അനീഷേട്ടനാണ്. അനീഷേട്ടന് ഒരുപാട് കുറവാണ്. 5 വന്നിരിക്കുന്നത് നോമിനേഷനിൽ. ആരും അനീഷേട്ടനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അനീഷേട്ടൻ്റെ അടുത്ത് പറയുകയാണ് എല്ലാവരോടും ഒരു താങ്ക്സ് ഒക്കെ പറയാൻ വേണ്ടി. അപ്പം അനീഷേട്ടൻ കുറേ സംസാരിക്കുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരോടത്തും നന്ദി പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ഭയങ്കര ഒരു സീറോ ഐഡിയ ആയിരുന്നു എനിക്ക് ഇവിടത്തെക്കുറിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രാജ്വലി ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു. ആർക്കും എന്നോടൊരു ദേഷ്യവും ഇല്ലെന്ന് എനിക്കറിയാം. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനും അതേപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷേട്ടൻ എത്ര ജെനുവിനായിട്ടല്ല നിന്നത്. പലരും പറയുന്നു അനീഷേട്ടൻ പഠിച്ചിട്ട് വന്നതാണെന്ന്. പക്ഷേ പുള്ളിയുടെ ആ ഒരു സ്റ്റാൻഡ് വിട്ട് ഒരിക്കലും പെരുമാറിയിട്ടില്ല. പഠിച്ചിട്ട് വന്നാണെങ്കിലും എത്ര നാൾ അങ്ങനെ പഠിച്ച് കാണിക്കാൻ പറ്റും? 85 90 ദിവസം കാണിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. പുള്ളിക്ക് ജെനുവിനെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കട്ടുമുടിക്കാനോ മോഷ്ടിക്കാനോ പോയിട്ടില്ല. ആരെയും വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞിട്ട് വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങൾ അനീഷേട്ടനുണ്ട്. അപ്പോൾ അനീഷേട്ടൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇത്രയും നാളും ആരും വരരുതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ വരണം. ഞാൻ എന്നെ വെൽക്കം ചെയ്യണം. എൻ്റെ ഹൃദയത്തിൽ നിന്നും ശിരസ്സ് കുനിച്ച് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും, അനുമോൾക്ക് സ്പെഷ്യലായിട്ട്.